LGBT കമ്മ്യൂണിറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? LGBTQ കമ്മ്യൂണിറ്റി ഇപ്പം നമ്മുടെ നാട്ടിലാണോ അതോ മൊത്തത്തിൽ? പേഴ്സണലി അവരോടുള്ള ഒപ്പീനിയൻ എന്താണ്? അവർ അല്ല, LGBT കമ്മ്യൂണിറ്റി അവരെ മോശമായിട്ട് കുറേ പേര് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളെല്ലാം അവരെ വളരെ കൂടുതൽ പേര് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ അതേസമയം ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ പലരും ആ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേയോ ലെസ്ബിയൻസോ അല്ലെങ്കിൽ ബൈസെക്ഷൽസോ അല്ലാതെ കുറേ അല്ലാത്ത ജെൻഡറുകളുണ്ടെന്ന് പറയുകയും അങ്ങനെ കുറച്ച് എന്താ പറയുക, ഞാൻ സ്വയം മറ്റൊരു അനിമൽ തിങ്ങൊക്കെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആ രീതി ചിന്തിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായം മോശമായിട്ട് ആണ് വിചാരിക്കുന്നത്. പക്ഷേ അതേസമയം ആ കമ്മ്യൂണിറ്റി ഉള്ളവരോട് പ്രത്യേകിച്ച് ഗേ ലെസ്ബിയൻസ് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ള ബയോളജിക്കലി ഉള്ള ആ രീതിയിലുള്ളവരോട് മോശമായിട്ട് മൈൻഡ് സെറ്റ് കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിബ്ലിംഗ് ക്യൂർ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ്. സോ എങ്ങനെയായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാനങ്ങനെ പോസിറ്റീവ് എന്നല്ല, കാരണം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം അതൊരു ബയോളജിക്കൽ കണ്ടീഷനാണല്ലോ. അത് ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സിബ്ലിങ്ങിന് ഇതൊരു ബയോളജിക്കൽ കണ്ടീഷനുണ്ട് അല്ലെങ്കിൽ അതൊരു ഫാക്റ്റാണ്. അതിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നല്ലാതെ എല്ലാ മനുഷ്യർക്കും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അല്ലെങ്കിൽ എത്രത്തോളം ഇവരുമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്? എത്രത്തോളം ഇവരെ ഒരു വർക്ക് സ്പേസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമുണ്ട്? എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ആരുടെയും കൂടെ പഠിച്ചിട്ടൊന്നും ഇല്ല, പക്ഷേ അല്ലെങ്കിൽ അത്ര ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അല്ലാതെ പ്രശ്നമൊന്നും തോന്നാറില്ല. എനിക്ക് തോന്നുന്നില്ല അല്ലാതെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുമെന്ന്. സോ ഒരു 1 to 10 സ്കെയിലിൽ ഈ ഒരു കമ്മ്യൂണിറ്റീനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? അങ്ങനെ സ്കെയിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ ഒരു തിങ്ങായിട്ടോ ഒരു അനിമലായിട്ടോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയല്ല. അതുകൊണ്ട് ഈ LGBTQ+ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതേസമയം ലെസ്ബിയൻസ്, ഗെയ്സ്, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പോലുള്ളവരെ അംഗീകരിക്കണം. അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ മോശമായിട്ട് ആളുകൾ അവരെ ചിത്രീകരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രായമായവർ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു സ്കെയിൽ വെച്ച് പറയാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു 7 അങ്ങനെ പറയാം. പക്ഷേ ഈ LGBT മാത്രമാണെങ്കിൽ വേണമെങ്കിൽ 10 on 10 ഞാൻ പറയും. പക്ഷേ ഈ Q+ എന്നൊക്കെ പറയുന്നതുകൊണ്ട് താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചേഞ്ച് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി റൈസ് ചെയ്യാൻ കാര്യം, അല്ലെങ്കിൽ ഇത്ര നമ്മുടെ ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന പണ്ടത്തെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഇപ്പം അത് ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ചേഞ്ച് വരാനായിട്ടുള്ള റീസൺസ് എന്തായിരിക്കും എന്നാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. പുറത്ത് രാജ്യങ്ങളിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് അറിയുന്നത്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 80s ഒരു 90s ഒക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഈ LGBTQ കമ്മ്യൂണിറ്റി ഒരുവിധ അക്സെപ്റ്റൻസ് വന്നു. അത് നമ്മുടെ നാട്ടിലേക്ക് ഈ സോഷ്യൽ മീഡിയ കാരണം ഇപ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഈ കാലത്ത് കൂടുതൽ പേര് അങ്ങനെ പുറത്തേക്ക് വരുന്നത്. താങ്ക് യു സോ മച്ച്.